പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 86 സങ്കീർത്തനം 17 വാക്യം. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായിട്ട് ഒരടയാളം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സകലതും നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമത്രേ. അവൻ നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തില്ലെന്ന് വേദപുസ്തകം പറയുമ്പോൾ അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ ഒരു നാളും മാറ്റമില്ല. അവൻ നന്മയുടെ ഉറവിടമത്രേ. ഹല്ലേലൂയ. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് ഹല്ലേലൂയ നല്ലത് ചെയ്യാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നന്മ എത്രയധികം നൽകുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ഹല്ലേലൂയ പ്രിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി അവൻ നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല. എന്നാൽ ഇതാ സങ്കീർത്തനക്കാരൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, നന്മയുടെ ഒരു അടയാളത്തെ ഒന്ന് കാണിക്കണം. എന്നെ പകയ്ക്കുന്നവരുണ്ട്, എനിക്ക് ചുറ്റും എനിക്ക് വിരോധമായി സംസാരിക്കുന്നവരുണ്ട്, എനിക്ക് വിരോധമായി എനിക്ക് വിരോധമായി സംസാരിക്കുന്ന പലരെയും ഞാൻ കാണുന്നുണ്ട്. എന്നാൽ അവരുടെ നടുവിൽ നന്മയ്ക്കായിട്ട് ഒരു അടയാളം, നന്മയുടെ ഒരു അടയാളം കർത്താവേ നീ തരണം എന്നാ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നന്മയുടെ അടയാളം, ഏറ്റവും വലിയ അടയാളം അത്രേ കാൽവരിയുടെ ക്രൂശിൽ ഹല്ലേലൂയ കർത്താവ് കാണിച്ചു തന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ അവനൊരു അടയാളം കാണിച്ചു. അത് പുത്രനാ, യേശു കർത്താവാണ്. ഹല്ലേലൂയ. നാം യെശയ്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ 7 അധ്യായം 14 വാക്യത്തിൽ തിരുവചനം ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. നോക്ക്, ഏറ്റവും വലിയൊരു അടയാളം കന്യക ഗർഭിണിയായി പ്രസവിച്ച മകൻ, അത് കർത്താവായ യേശുക്രിസ്തു അത്രേ. ഏറ്റവും വലിയൊരു അടയാളം അതിലും വലുത് ഇല്ല. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നീ എനിക്ക് വാഗ്ദത്തങ്ങളെ തന്നു, എനിക്ക് തലമുറകളെ തരുമെന്ന് നീ അങ്ങയുടെ വാഗ്ദത്തം എൻ്റെ മേൽ ചൊരിഞ്ഞു. ഇത് എങ്ങനെ സംഭവിക്കും? ഇതിനെന്താ തെളിവ്? ഇതിനെന്താ ഒരു അടയാളം? ഇത് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞത്, നീ നോക്ക്, ഹല്ലേലൂയ, യാഗമൃഗങ്ങളെ നീ കീറി വെക്കുക. യാഗമൃഗങ്ങളെ നീ 2ആയി കീറി വെച്ചിട്ട് ഹല്ലേലൂയ അതിൻ്റെ നടുവിലൂടെ പുകത്തൂണ് പോലെ, തീത്തൂണ് പോലെ കർത്താവ് കടന്നുപോയി. കർത്താവ് അങ്ങനെ ഉടമ്പടി ചെയ്തു. ഒരു യാഗം അർപ്പിച്ച് അതിൻ്റെ നടുവിലൊരു ഉടമ്പടി ചെയ്തപ്പോൾ ഹല്ലേലൂയ അബ്രഹാമിനെ ഉറപ്പിച്ചു. ആ ഉടമ്പടി കൊണ്ട്, ആ തീ കൊണ്ട് അവൻ ഉറപ്പിച്ചു. ഹല്ലേലൂയ, ഞാൻ പറഞ്ഞ വാക്കിനകത്ത് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ലെന്ന് അബ്രഹാമിനൊരു ഉറപ്പ് കൊടുത്തു. എന്നാൽ നോക്ക്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ ആ ഒരു ഉടമ്പടിയാ ഗോൽഗുൽത്തായിൽ ഉയർത്തിയത്. ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമ്മോട് പറഞ്ഞ ഒരു വാഗ്ദത്തത്തിനും മാറ്റം വരത്തില്ല, ഒരു വാഗ്ദത്തവും ഇല്ലാതെ പോകത്തില്ല. അതുകൊണ്ടാണ് നാം കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. ഈ പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്നോട് അരുളി ചെയ്ത, നിൻ്റെ കുടുംബത്തോട് അരുളി ചെയ്ത, നിൻ്റെ ശുശ്രൂഷയെ നോക്കി ദൈവം പറഞ്ഞ, നിൻ്റെ ഭാവിയെ നോക്കി പ്രവാചകന്മാരുടെ വായിലൂടെ ദൈവം പറഞ്ഞ ഒരു വചനത്തിനും വ്യത്യാസം വരത്തില്ല. നീ വിശ്വസിച്ചാൽ മാത്രം മതി, ക്രൂശിലേക്ക് നോക്കിയാൽ മാത്രം മതി. വലിയൊരു അടയാളം, കന്യക ഗർഭിണിയായി ഈ ഭൂമിയിൽ ജനിച്ച യേശുവിനെ തന്നെ നമ്മുടെ നടുവിൽ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി അവൻ നമ്മെ ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഹിസ്കിയ രാജാവും ഇതുപോലൊരു അടയാളം ദൈവത്തോട് ചോദിച്ചു. അവിടെ വേദപുസ്തകം ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ആഹാസിൻ്റെ കടികാരത്തെ ഹല്ലേലൂയ സൂചിയെ അവൻ പുറകോട്ട് തിരിച്ചു. ഹല്ലേലൂയ, സമയത്തെ പുറകോട്ട് തിരിച്ചു. അതായിരുന്നു അടയാളം. ആ അടയാളം കാണിച്ചിട്ട് അവനൊരു ഉറപ്പ് കൊടുത്തു. രോഗത്തിന് സൗഖ്യം വരുമെന്ന്, വിടുതൽ വരുമെന്ന് ദൈവം ഉറപ്പ് കൊടുത്തു. അതുപോലെ ഇന്ന് പകൽക്കാലവും കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു അടയാളം സമയത്തെ പുറകോട്ട് തിരിക്കുക മാത്രമല്ല, സമയത്തെ നഷ്ടപ്പെട്ടു പോയ സമയത്തെ തിരിച്ചു തരിക മാത്രമല്ല,
ഹല്ലേലൂയ സമയത്തിന് അതീതനായ പുത്രനെ നമുക്ക് വേണ്ടി തരികയത്രേ ചെയ്തത്. നന്മയ്ക്കായൊരു അടയാളം. ഈ പകൽക്കാലം നന്മയുടെ അടയാളം അന്വേഷിക്കുന്ന, നന്മയ്ക്ക് വേണ്ടി ഹല്ലേലൂയ നോക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ, ഏറ്റവും വലിയ നന്മ പുത്രൻ തമ്പുരാൻ അത്രേ. ഏറ്റവും വലിയൊരു നന്മ ഹല്ലേലൂയ ഇമ്മാനുവേൽ അത്രേ. ഇതാ ഞാൻ ലോക അവസാനത്തോളം നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ആ കർത്താവ് അത്രേ. പലപ്പോഴും ഹല്ലേലൂയ നാം ഹല്ലേലൂയ ദൈവത്തോട് അടയാളം ചോദിച്ച് അടയാളം കാണാൻ വാശി പിടിക്കുന്ന പലരെയും ഈ കാലഘട്ടങ്ങളിൽ കാണാം. പ്രിയരെ, ഏറ്റവും വലിയൊരു അടയാളം കർത്താവല്ലാതെ മറ്റൊരു അടയാളം എന്താ നമുക്ക് വേണ്ടത്? ഈ കാലഘട്ടത്തിലും നമുക്ക് വേണ്ടി അടയാളമാണ് ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവ്. അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നമുക്ക് ധൈര്യത്തോടെ തല ഉയർത്തി നിൽക്കാം. നമുക്കും ധൈര്യത്തോടെ പറയാം, കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ശലോമോൻ രാജാവ് ജ്ഞാനത്തോടെ വലിയ ദേവാലയം പണിതു. താൻ ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു. എന്നാൽ ആ ദേവാലയം പണിതിട്ട് താൻ ദേവാലയത്തിനകത്ത് മുട്ടുമടക്കി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇങ്ങനെ: കർത്താവേ, നീ സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത ഒരു ദൈവമാണ്. സ്വർഗാദി സ്വർഗത്തിന് പോലും നിന്നെ ഒതുക്കാൻ, നിന്നെ അടക്കി വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഈ ആലയത്തിൽ എങ്ങനെയാ നീ വസിക്കുന്നത് എന്ന് ദൈവത്തോട് ചോദിച്ചു. ഹല്ലേലൂയ. എന്നാൽ പ്രിയരെ, പുതിയ നിയമത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം, മഹത്വത്തിൻ്റെ പ്രത്യാശയ ആ കർത്താവ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് അത്രേ. എത്ര വലിയ അത്ഭുതമാണ്! വലിയ ദേവാലയത്തിൽ അടങ്ങാത്തവൻ, വെറും മനുഷ്യൻ, മൺകൂടാരമാകുന്ന ഈ ശരീരത്തിനകത്തേക്ക് രാജാതി രാജാവായി, കർത്താതി കർത്താവായി വസിക്കുന്നത് ഏറ്റവും വലിയ അത്ഭുതം അത്രേ. ആ അത്ഭുതത്തെ ഉള്ളിൽ നാം വഹിക്കുമ്പോൾ അതിലും വലിയൊരു അടയാളം, അതിലും വലിയ ഒരു ദൈവ പ്രവൃത്തി നമുക്ക് വേണ്ട. അതാ ഏറ്റവും വലിയ അടയാളം. ഇന്ന് പകൽക്കാലം നാമും വിളിച്ചു പറയേണ്ടത്, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തുവേ, നീ എൻ്റെ അടയാളമാ, നീ എൻ്റെ നന്മയാ, നീ എൻ്റെ സർവസ്വവുമാ, നീ എൻ്റെ അപ്പനാ, നീ എന്നെ നടത്തുന്ന ദൈവമാ, നീ എൻ്റെ പ്രകാശമാ, നീ എൻ്റെ ബലമാ, നീ എൻ്റെ സർവസ്വവുമാ, നീ എന്നെ ജയത്തോടെ നടത്തുന്ന ദൈവമാ. ആ കർത്താവ് നല്ലവൻ, വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.